പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക്, ഈ സംഗമത്തിൽ ഈ വൈകിയ നേരത്തും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിക്കും, അനൂപിനും അദ്ദേഹത്തിൻ്റെ സംഘത്തിനും, കാസിനോ ഹോട്ടൽസിന് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാൻ ഈ പ്രചരണ യോഗങ്ങളിൽ പങ്കെടുത്ത് ചെറുതായിട്ടൊന്ന് പാറ്റേണൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചില ക്ലീഷേ നടപടികൾ എനിക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ ഒരാളെ കണ്ടാലും 5 പേരെ കണ്ടാലും 50 പേരെ കണ്ടാലും 50,000 പേരെ കണ്ടാലും വോട്ട് എനിക്ക് തരണേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന മുന്നോട്ട് വയ്ക്കുക എന്ന് പറയുന്ന ശീലം അധികമായിട്ട് ഇപ്പം കടന്നു വന്നിരിക്കുന്നു. ഞാനത് ആദ്യം തന്നെ ചെയ്യുന്നു. ഞാനിവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയോടും ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ പ്രാർത്ഥന വയ്ക്കുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ധ്വനി അതിൽ ലവലേശമില്ല എന്ന് ചങ്കത്ത് കൈവച്ച് ഞാൻ പറയും. ഒരു രാഷ്ട്രീയക്കാരൻ്റെ അല്ല, സാങ്കേതികമായി ഞാൻ പഠിച്ചു വന്ന വഴി സിനിമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തും രാജ്യത്തിന് പുറത്തും അങ്ങോളം ഇങ്ങോളം എനിക്ക് നേടിയെടുക്കുവാൻ സാധിച്ച അനുഭവ സമ്പത്ത്, കണ്ട കാഴ്ചകളൊന്നും മറന്നിട്ടില്ല. ആ കാഴ്ചകളൊക്കെ ലോകത്തിന്റെ ഏത് പ്രദേശത്തായാലും വന്ന വഴി ഏതാണ് എന്ന് അന്വേഷിച്ചും അറിഞ്ഞു വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് മെട്രോമാൻ ശ്രീധരൻ സാറിനെ ഇത്രയധികം ആദരിക്കാൻ സാധിക്കുന്നത്, അദ്ദേഹത്തെ ഒരു ബിംബമായി മനസ്സിൽ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംശുദ്ധ ജീവിതം, അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്ന ജേക്കബ് തോമസ് സാറും എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാവുന്നു. ഇങ്ങനെയുള്ള വ്യക്തികൾ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ ഒരു സന്തത സഹചാരിയും അവരുടെ ഒരു ടേമിലെ MLA-യുമായിരുന്ന അൽഫോൺസ് കണ്ണന്താനം എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥന്റെ ഡൽഹിയിലെ പ്രകടനം എന്ന് പറയുന്നതും എന്റെ പാഠപുസ്തകത്തിൽ ഞാൻ പഠിച്ച പാഠങ്ങളിൽ ഒന്നാണ്. APJ അബ്ദുൽ കലാം, മഹാനായ ഭാരതീയൻ, ഭാരതരത്ന, ഇതെല്ലാം ബിംബങ്ങളാണ്. സച്ചിൻ ടെണ്ടുൽക്കർ, മോഹൻലാൽ, മമ്മൂട്ടി, കമൽഹാസൻ, രജനീകാന്ത്, അമിതാഭ് ബച്ചൻ, എല്ലാം ബിംബങ്ങളാണ്. അപ്പൊ ജീവിതത്തിന്റെ ഒരു വലിയ പരിച്ഛേദം എന്ന് പറയുന്നതിനോട് ആദരവ്, ഇതൊരു സന്ദേശമാണ്. നമ്മൾ ആദരിക്കാൻ പഠിക്കണം. ആദരം എന്ന് പറയുന്നത് അനുകരണം എന്ന് പറയുന്ന യോഗ്യമായ ഒരു നടപടിയിലേക്ക് നമ്മളെ നയിക്കും. ആദരിക്കപ്പെടുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തെ, ആ വ്യക്തിയെ അനുകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ആ അനുകരണത്തിൽ പക്ഷേ എന്റെ അംശം ചേർക്കുവാൻ ഉള്ള കേൾപ്പ് ഞാൻ എന്റെ അനുഭവ സംഭവത്തിലൂടെ ചേർത്തെടുക്കണം, ചേർത്ത് നൽകണം. ഒരു തമാശ രൂപത്തിൽ പറയുന്നതല്ല, കറപ്ഷൻ ഇല്ലാതെ ജനാധിപത്യമില്ല. എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ്. കാസിനോ ഹോട്ടലിന്റെ മുതലാളി ഈ ബിൽഡിംഗ് പണിഞ്ഞപ്പോൾ കൂടെ നിന്ന് ഉപയോഗിച്ച കമ്പിയും ചേർത്ത മെറ്റലും സിമെന്റും മണലും ഇതിന്റെ എല്ലാം കണക്ക് കൂടെ നിന്ന് പണിക്കാരെ തച്ചിന് നിർത്തി പണിയിച്ചെടുത്ത ബലം ഇന്നുകൂടുണ്ട്. ഇന്നലെ നിർമ്മിച്ച സർക്കാർ നമ്മൾ കൊടുത്ത ചുങ്കപ്പണം കൊണ്ട് നിർമ്മിച്ച ബിൽഡിങ്ങുകൾക്ക് ടെൻഡർ ബിഡിംഗ് തുടങ്ങിയ ആ സമയം മുതലുള്ള പണം അടിച്ചു മാറ്റലിന്റെ ഭാഗമായിട്ട് മിക്കവാറും 1 വർഷം 2 വർഷം കൊണ്ട് പൊട്ടിയൊലിക്കുന്ന, പായൽ പിടിച്ചു കിടക്കുന്ന ബിൽഡിങ്ങുകളായി 2 വർഷം മുമ്പ് നിർമ്മിച്ച ബിൽഡിങ്ങുകൾ. ഒരു പാലം തന്നെ. ഉടനെ ഞാൻ ആ മന്ത്രിയെ കുറ്റം പറയുകയല്ല. ഞാൻ പറയുന്ന ഇതിനെല്ലാം ഒരു കറക്ഷണൽ മൂവ്മെന്റ് വരണ്ടേ. ഒരു വ്യക്തി വന്നതുകൊണ്ട് കാര്യമില്ല, ഒരു ചിന്താഗതി വരണം. ആ
ചിന്താഗതിയെ പിന്തുണയ്ക്കേണ്ടത്, ആ ചിന്താഗതിക്ക് ശക്തി പകരേണ്ടത് ജനതയാണെങ്കിൽ മാത്രമേ അവിടെ മാത്രമേ സംശുദ്ധമായ ജനാധിപത്യം നടപ്പിലാവൂ. ഇത് ദൗർഭാഗ്യവശാൽ ഇന്ത്യയിൽ ഇല്ല, കേരളത്തിൽ ഒട്ടുമേയില്ല. ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട കാർഷിക ബില്ലാണ്. എനിക്ക് സത്യത്തിൽ ഇതിനു വേണ്ടി വാതാടിയ, ഇതിനു വേണ്ടി അവാർഡ് മോഹിച്ചോ അല്ലെങ്കിൽ പണം പറ്റിയോ ഈ ബില്ലിനെതിരെ വാതാടിയവർ, എനിക്കറിയുന്നവരെ എല്ലാം ഞാൻ വിളിച്ചു ചോദിച്ചു, നീ ഈ ബില്ല് വായിച്ചിട്ടുണ്ടോ? ബബ്ബ ഉത്തരം അതാണ്. വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞവരോട് നിങ്ങളിത് മനസ്സിലാക്കിയോ? ഒരാൾ പോലും മനസ്സിലാക്കിയിട്ടില്ല. ഞാനിവിടെ പാർലമെന്റിൽ നിന്ന് പറയുന്നത് പോലെ ഓൺ റെക്കോർഡ് പറയുകയാണ്, കഴിഞ്ഞ 40-50 വർഷമായിട്ട് മഹാരാഷ്ട്രയിലുള്ള രാഷ്ട്രീയ മേലാളനടക്കം, പഞ്ചാബിലുള്ള ഒരു രാഷ്ട്രീയ മേലാള കുടുംബമടക്കം ബ്രോക്കർ പട്ടികയിൽ നിന്നുകൊണ്ട് ഈ കർഷകരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചൂഷണത്തിനെതിരെയുള്ള ഒരു ദേശീയ നീക്കമാണ് ഈ കർഷക ബിൽ. നവോത്ഥാനമാണ്. അത് നരേന്ദ്രമോദിയുടെ മുഷ്ടി ചുരുട്ടലല്ല, ചേർത്ത് പിടിക്കലാണ്. സുരക്ഷ ഒരുക്കുന്നത് കർഷകനല്ല, ഉപഭോക്താവിനെയും കൂടിയാണ്. അന്നം നാളത്തിൽ മുട്ടിക്കുന്ന ഉപഭോക്താവിന്റെ സംരക്ഷണം കൂടിയാണ് ഈ പുതിയ കാർഷിക ബില്ലിലുള്ളത്. ഇത് ഞാൻ പറയാൻ കാരണം, ഇതിനെ എതിർക്കുക മാത്രമാണ് പാർലമെന്റിൽ ചെയ്തിട്ടുള്ളത്. ചർച്ചകളിൽ എതിർ വർത്തമാനം വന്നപ്പോ കോൺഗ്രസിലെ ആസാദ്ജി അടക്കം, ഞാൻ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന ഒരു നേതാവാണ്, നല്ല നേർമയുള്ള ഒരു വർത്തമാനക്കാരനാണ്. അങ്ങനെ കോൺഗ്രസിന് വേണ്ടി അങ്ങെല്ലാം വിളിച്ചു പറയുന്ന ആളല്ല, ചിദംബരത്തിനെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ പോലെ. അദ്ദേഹം പോലും ചോദിച്ചത് ഇത് ഞങ്ങളുടെ ബില്ലല്ലേ, അപ്പൊ ആ ക്രെഡിറ്റ് അവർക്ക് വേണം. അത് അവരുടെ ബില്ലായി അവതരിപ്പിക്കപ്പെടാത്തത് കൊണ്ട് ഇത് നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്ന ആന്റി നാഷണൽ ചിന്താഗതി, ദേശവിരുദ്ധ ചിന്താഗതി മാത്രമാണിത്. അതിന് മുമ്പ് വന്ന ബില്ല് സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ബിൽ ആക്ട്, CAA, ആരെയും ദ്രോഹിച്ചിട്ടില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ പറ, മുസ്ലിം സഹോദരങ്ങളുണ്ടെങ്കിൽ പറ, നിങ്ങളോട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാണിച്ച് ഇവിടെ നിൽക്കാനോ അല്ലെങ്കിൽ പുറത്തു പോകാനോ ആരെങ്കിലും പറഞ്ഞോ? ചോദിച്ചോ? ബേസിക്സ് എന്താണ് ആ ബില്ലിന്റെ? ആ ചർച്ച മുഴുവൻ ഇരുന്ന് കേട്ട ആളാണ് ഞാൻ. ഒന്നും പറയാൻ തോന്നിയില്ല, വ്യക്തമാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇനി വരുവാൻ പോകുന്ന ബില്ലുകൾ ശബരിമലയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഇങ്ങനൊരു കിരാതം അഴിച്ചു വിട്ടപ്പോ ലോകത്തിന് എങ്ങും വേണ്ടാതായ കമ്മ്യൂണിസം, ആ കമ്മ്യൂണിസത്തിന്റെ കിരാതയുടെ കേരളത്തിൽ അഴിച്ചു വിട്ടപ്പോ അതിന് തക്ക മറുപടി വരാൻ പോകുന്നത് തെരുവുകളിൽ സമരം ചെയ്യുന്ന, ജീവിതം ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് കുടുംബങ്ങളുണ്ട്, 10,000-കണക്കിന് കുടുംബങ്ങൾ. 2018 ഓഗസ്റ്റിന് ശേഷം സമാധാനമായിട്ട് ഉറങ്ങിയിട്ടില്ല ഒരു വർഷം. ഒരു പെണ്ണവിടെ കയറിയത് കൊണ്ട് അങ്ങെല്ലാം നഷ്ടപ്പെട്ടു എന്നൊന്നും വിചാരിച്ചിട്ടല്ല. എന്റെ സമ്പ്രദായങ്ങൾ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു? ഞാൻ ശബരിമല ഒരിക്കലും ഈ പ്രചരണ യോഗങ്ങളിൽ ഓപ്പൺ ചെയ്യരുത് എന്ന് ആഗ്രഹിച്ച ആളാണ്. ഓപ്പൺ ചെയ്തതെല്ലാം ചോദിച്ചെടുത്താണ്, പ്രൊവോക്ക് ചെയ്തെടുത്ത് നല്ല സ്പൈൻഫുൾ മറുപടി കൊടുത്തിട്ടുണ്ട്. അത് ഇനിയും കൊടുത്തുകൊണ്ടിരിക്കും. ഒരുത്തനെയും പേടിക്കത്തില്ല. അതിന്റെ പേരിൽ തോക്കുന്നെങ്കിൽ തോക്കട്ടെ. സംവിധാനം വരും.
നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു കുഞ്ഞായിട്ട് ജനിച്ചയാൾ ജനിച്ചതിന്റെ ഉദ്ദേശം തന്നെ ചിലപ്പോൾ അതിനു വേണ്ടിയായിരിക്കും. അങ്ങനെ ഒരു നടപടി പാർലമെന്റിൽ ഉണ്ടായി, സുപ്രീം കോടതി അത് അംഗീകരിക്കുന്ന നിലയിൽ വന്നു കഴിഞ്ഞാൽ അതൊരു സന്ദേശമാണ്. എല്ലാ മതവിഭാഗങ്ങളുടെയും ആചാര അനുഷ്ഠാന അവകാശ സംരക്ഷണത്തിനുള്ള സന്ദേശമായിരിക്കും അത്. ഇനി വരുവാൻ പോകുന്ന ബില്ലുകളിൽ പ്രധാനപ്പെട്ടത് അതുതന്നെയാണ്. യൂണിഫോം സിവിൽ കോഡ് വന്നിരിക്കും. എതിർക്കാനുള്ളവർ തയ്യാറായിരുന്നു. പക്ഷെ നമുക്ക് കാണണം ആരാണ് എതിർക്കുന്നത്. തുല്യത നിങ്ങൾക്ക് വേണ്ടേ? വീട്ടിൽ നിന്ന് ഒരു ചെക്കന്റെ കൈ പിടിച്ച് ഇറക്കി വിടുന്ന ഹിന്ദു പെണ്ണിനുള്ള അതേ അവകാശം ക്രിസ്ത്യൻ പെൺകുട്ടിക്ക് വേണ്ടേ, സിഖ് പെൺകുട്ടിക്ക് വേണ്ടേ, മുസ്ലിം പെൺകുട്ടിക്ക് വേണ്ടേ? ആ തുല്യത വേണ്ടേ? Uniform Civil Code is not all about equality. The contents have a very large, huge scale. It is going to come. പിന്നെ ഈ എതിർ സമരങ്ങളെല്ലാം CAA മോശമാണ് എന്ന് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല, CAA വളരെ നല്ലതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. പക്ഷെ എങ്ങനെയെങ്കിലും ഈ സർക്കാരിനെ മുട്ടുകുത്തിക്കണം, ഇറക്കി വിടണം. കാരണം അവരുടെ ലാർജർ ടാർഗറ്റ് ഇസ് എ ബിൽ വിച്ച് വിൽ എക്സ്പോസ് the most dangerous situation in the country, which is the Binami possession deeds. കറപ്ഷൻ ഒടുക്കാനുള്ള അവസാനത്തെ ആണിയടിയതായി. ഇത്രയും കാലം പാലത്തിലെ അഴിമതിയിലൂടെയൊക്കെ സമ്പാദിച്ചു കൂട്ടിയ പണത്തിൽ ബിനാമി പൊസഷൻസ് ഉള്ള നേതാക്കളെല്ലാം മതി. അതിൽ ഒരുപാട് ഭാഗം ബിനാമികൾക്ക് ഒരുപാട് സ്വത്ത് കിട്ടുമായിരിക്കും. അവർക്ക് ഇനി തിരിച്ചു കൊടുക്കേണ്ടി വരത്തില്ല രാഷ്ട്രീയ മുതലാളിമാർക്ക്. പക്ഷെ അവിടെയും അവർ വാങ്ങിയ സോഴ്സ് കാണിക്കേണ്ടി വരും. അപ്പൊ ഈ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടിയാൽ നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്താണ്? ഇന്ത്യയിൽ സ്വന്തമായി ഭൂമിയും വീടുമില്ലാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഈ ബിനാമി ഡാഷുകളുടെ അടുത്തുനിന്ന് പിടിച്ചു പറിച്ചെടുക്കാൻ പോകുന്ന സ്വത്താണ് ഈ പാവപ്പെട്ട ജനതയ്ക്ക് നൽകപ്പെടുവാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് എതിർപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് പറയാം. ജന നന്മയ്ക്ക് വേണ്ടിയുള്ള ഭരണമാണ് നരേന്ദ്രമോദി ഭരണം. പെട്രോളിന്റെയും ഡീസലിന്റെയും കാര്യം, ഗ്യാസ് സിലിണ്ടറിന്റെ കാര്യമൊക്കെ പലരുടെയും മനസ്സിൽ ഇങ്ങനെ തിളച്ചു മറിയുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അംഗീകരിക്കുന്നു. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഒരു ഭൂരിഭാഗത്തിനെയോ എന്നെയോ ബാധിക്കുന്ന പ്രശ്നമല്ല അത്. പാവപ്പെട്ടവനെയും അത് ബാധിക്കുന്നില്ല. പക്ഷെ ഇടത്തരക്കാരനാണ് എല്ലാ റാത്തും വഹിക്കേണ്ടി വരുന്നത്. ഇടത്തരക്കാരനാണ്. ആ വേദനയിൽ ഞാനും പങ്കാളിയാണ്. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതൊക്കെ എനിക്കറിയാം ഒരു വലിയ പരിച്ഛേദമാണ് എനിക്ക് എന്റെ മുന്നിൽ കിട്ടിയിരിക്കുന്നത്. ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില നിശ്ചയിക്കുന്നത് കമ്പനികൾക്ക് അതിന്റെ അവകാശം കൊടുത്തത് ആരാണ്? അവരാണോ ഇന്ന് ആ കണ്ടിന്യൂയിങ് പ്രോസസ്സിന് പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തവകാശം? 2017 GST നിലവിൽ വന്നപ്പോൾ സ്വർഗീയനായ അരുൺ ജെയ്റ്റ്ലി അദ്ദേഹം പറഞ്ഞതല്ലേ, ആ ഒരു അവകാശം നിഷേധിച്ചുകൊണ്ട് ഒരു ജനറൽ ലോ പ്രൈസിംഗിലേക്ക് കൊണ്ടുവരുന്നതിന് GSTയിൽ പെട്രോളിയം പ്രോഡക്ട്സും ഉൾപ്പെടുത്തുന്നതിനെ പറ്റി അദ്ദേഹം ഘോരമായി വാദിച്ചതല്ലേ, ഖണ്ഡിച്ചില്ലേ? ഇവിടുത്തെ സാമ്പത്തിക ഉന്നതൻ എന്താ പറഞ്ഞത്? എല്ലാവരും കേട്ടിട്ടില്ലേ? ഇപ്പോ അതേ ആള് പറയുന്നു ഞങ്ങൾ തയ്യാറാണ്. നല്ല കാര്യം, തയ്യാറാണെങ്കിൽ അതിനൊരു സമയമെടുക്കും. ഉറപ്പായിട്ടും അതെല്ലാം തിരുത്തപ്പെടണമെന്നത് നരേന്ദ്രമോദിയുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ പ്രഥമ അനുചരനാണെങ്കിൽ പോലും എന്റെയും ആവശ്യമാണ്.
ജനതയുടെ കൂടെ നിൽക്കാനൊക്കത്തുള്ളൂ. നേതാക്കൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ജനതയുടെ കൂടെ നിൽക്കുന്ന അവരുടെ അനുചരങ്ങളാണ് അവരുടെ ശക്തി. ആ ശക്തി പകരാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ സമ്മതിക്കുന്നു, ഞാനൊരു പൂർണ്ണ രാഷ്ട്രീയക്കാരനല്ല. ഈ ജന്മം അതാവുകയുമില്ല. ഞാൻ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഇന്റർമീഡിയറി ആവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അത് തന്നെയായിരിക്കും തൃശ്ശൂരിൽ എൻ്റെ പ്രവർത്തന രീതി. തൃശ്ശൂരിൽ നിന്നുള്ള എന്തൊക്കെ ഒന്നും കിട്ടിയില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. തൃശ്ശൂർ ഇസ് ഡെഫിനറ്റ്ലി എ വെൽ കെപ്റ്റ് ഡിസ്ട്രിക്ട് ആൻഡ് എ ടൗൺ. വലിയ പോരായ്മകളൊന്നും നമുക്ക് പറയാനില്ല, ആരെയും കുറ്റം പറയാനില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതൊന്നും ഈ വെടിക്കെട്ടെന്ന് പറയുന്നത് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന പൂരം, കുടമാറ്റത്തിനേക്കാൾ ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു വെടിക്കെട്ടിന് വേണ്ടിയാണ്. ആ വെടിക്കെട്ടിന് വേണ്ടി ഒരുക്കപ്പെടുന്ന കരിമരുന്ന് ഉൽപ്പന്നങ്ങൾ, അത് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഷൊർണൂർ വരെ ഒരു 6 വർഷം മുമ്പ് ഉണ്ടായ അപകടം, ഇത് വടക്കുംനാഥന്റെ വെരിമാറിൽ സംഭവിക്കാൻ പാടില്ല എന്ന് പറയുന്ന കരുതലായി ഒരു ചുവന്ന വാട്ടർ സപ്ലൈ പൈപ്പ് അവിടെ വെച്ചിട്ടുള്ളത് രാഷ്ട്രീയം മറന്ന് നമുക്ക് സ്വീകരിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ തൃശ്ശൂരിന്റെ അപര്യാപ്തതകൾ എന്തെന്ന് ചൂടിനിറങ്ങി കണ്ടുപിടിച്ച് ആരെയും കുറ്റം പറയാതെ നടപ്പിലാക്കി എടുക്കുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഒരു MP ആയി ലോക്സഭയിൽ മത്സരിക്കാൻ ഞാൻ വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു MLA ആയി ചെയ്തു കൂട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിങ്ങളെ വഹിക്കാനാണെന്നുള്ളത് വ്യക്തമാണ്. അറിയാമല്ലേ, ഒരു MP കൊണ്ട് എന്താണ് സാധ്യമാകുന്നത്, ഒരു MLA കൊണ്ട് എന്താണ് സാധ്യമാകുന്നത്. പക്ഷെ ഈ MP, ഇപ്പോഴത്തെ രാജ്യസഭാ MP ഒരു MLA ആയാൽ എന്റെ പിന്നാലെയുള്ള ഒരു കേന്ദ്ര ശക്തി എന്ന് പറയുന്നതിനെ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് പല നല്ല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമായിരിക്കണം. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കും. ഒരു ഡ്രെയിനേജ് സംവിധാനം തൃശ്ശൂരിനില്ല എന്നുള്ളതാണ് തൽക്കാലം ഞാൻ ഏറ്റവും വലിയ കുറവായിട്ട് കാണുന്നത്. സത്യമാണോ? അവിടെ ഞാൻ അതിനെ എൻവയോൺമെന്റുമായിട്ടാണ് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. തൃശ്ശൂരിന്റെ വാട്ടർ ബോഡി എന്ന് പറയുന്നത് പൂർണ്ണ ശുദ്ധ ഗ്രേഡിങ്ങിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഡ്രെയിനേജ് സംവിധാനം ഇവിടെ വന്നേ മതിയായി. സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തേക്കിൻകാട് മൈതാനത്തിന് ചുറ്റുമുള്ള റോഡിന് പുറത്തുള്ള ഔട്ടർ റിംഗ്, പൂരം നടക്കും, കുടമാറ്റം നടക്കും, വെടിക്കെട്ട് നടക്കും, അനന്തര എക്സിബിഷൻ അവിടെ നടക്കും. വിപണനവുമായി ബന്ധപ്പെട്ട ഉത്സവകാല സീസൺ തേക്കിൻകാട് മൈതാനത്തിൽ ഉള്ളിൽ നടക്കുമ്പോൾ നിരന്തരമായി ചിലപ്പോ കോവിഡ് പോലെയുള്ള മഹാമാരി കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കുന്ന അസന്തുലിതാവസ്ഥ അടക്കം കച്ചവടത്തില് വിപണനത്തില് ഏറ്റക്കുറച്ചിലുകൾ എല്ലാം ബാധിക്കുന്നത്, ആ പോരായ്മകളെല്ലാം ഒരു കോമ്പൻസേറ്ററി ആക്ടിവിറ്റി ഈ ഔട്ടർ റിംഗിൽ കച്ചവട സ്ഥാപനങ്ങളിൽ നടക്കുന്നത് പൂരക്കാലം കൊണ്ട് ഒരു വർഷത്തെ തട്ടുമുട്ടുകൾ ഒഴിവാക്കിയെടുക്കുന്ന ഒരു വിപണന സമ്പ്രദായമാണ് ഈ സാംസ്കാരിക തലസ്ഥാന നഗരിയിലുള്ളത്. ആ സംവിധാനങ്ങളുടെ അപര്യാപ്തതകൾ, അതിനൊരു പുതിയ മുഖം നൽകുന്നതിന് ഒരു വ്യക്തമായ സ്കെച്ച് എൻ്റെ മനസ്സിലുണ്ട്. അതിനുവേണ്ടി ഞാനൊരു ഇനിഷ്യേറ്റീവ് എടുത്തതാണ്. പക്ഷേ ആ സ്ഥല ഉടമകളും ആരും സഹകരിച്ചില്ല. വളരെ വ്യസനത്തോടെ പറയുകയാണ്. പക്ഷെ ഒരു MLA ആയി വന്നു കഴിഞ്ഞാൽ കോർപ്പറേഷനുമായിട്ട് ചേർന്ന്, അല്ലെങ്കിൽ പിന്നെ കേന്ദ്രത്തിന്റെ ഇടപെടലോടുകൂടി urban ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടെ പങ്കാളിത്തമല്ല, മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ മേൽപങ്കിലൂടെ ഒരു ഫേസ് ലിഫ്റ്റ് ഈ ഔട്ടർ റിംഗിന് കൊണ്ടുവരുന്നതിന് വ്യക്തമായ ഒരു ഡിസൈൻ മനസ്സിലുണ്ട്. അതൊക്കെ ഇപ്പൊ ഇവിടെ ഈ വേദിയിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയുന്നതല്ല. അതുപോലെ തന്നെ വിപണനത്തിനെ പിന്തുണയ്ക്കുന്ന
ഒരു ടൂറിസം സാധ്യത ഈ സാംസ്കാരിക നഗരത്തിനുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന പ്രിപ്പറേറ്ററീസ് മുഴുവൻ ചെയ്യുന്നതിന് അതിനൊക്കെയുള്ള ഡിസൈൻ ഉണ്ട്. ഇതെല്ലാം സാധ്യമാകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിപ്പം ജയിച്ചാലും ഇല്ലെങ്കിലും സാധ്യമാകും എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. ഞാനും അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. ജയിച്ചില്ലെങ്കിലും എന്നെ കൊണ്ടത് 1 വർഷത്തേക്ക് കൂടി സാധിക്കും. അതിനപ്പുറം എന്നെ അവർ കൊണ്ട് നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത 6 വർഷം കൊണ്ട് അതിന് മേലെയും ചെയ്യാൻ സാധിക്കും. എൻ്റെ ഫൈനൽ ടാർഗറ്റ് ഇസ് ദ 2024 general election. If this is successful, then I consider that success only as a step to 2024 Lok Sabha elections. I pray that you keep me on the growth path, political growth path, so that I can transact it in your life and the life of your future generations. The future Trichur of the future. So that much from my side. ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള യോഗങ്ങൾ, ചെറു യോഗങ്ങളെങ്കിലും സാങ്കേതിക വിദഗ്ധരുമായിട്ട്, പ്രധാനമായിട്ടും ചേംബർ ഓഫ് കോമേഴ്സും പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെയും എൻജിനീയേഴ്സിൻ്റെയും ഒക്കെ അങ്ങനെ ഒരു കോൺഗ്ലമറേഷൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാ 6 മാസം കൂടുമ്പോഴും ഉണ്ടാവണം. 3 മാസം കൂടുമ്പോഴുണ്ടായാൽ നല്ലത്. ചെയ്യുന്ന കാര്യങ്ങളിലെ അപര്യാപ്തതകൾ അത് കുറച്ചുകൂടി വേഗത്തിലാക്കുന്നതിന് വേണ്ടി പബ്ലിക് സപ്പോർട്ടോടുകൂടി ബിൽഡിംഗ് അപ്പ് പ്രോസസ്സസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം ഇവിടെ കുറിക്കുവാൻ വേണ്ടി ഞാൻ ഇനി കൂടുതൽ സംസാരിക്കുന്നത് നല്ലതല്ല. കുറച്ച് നിങ്ങൾ കൂടി സംസാരിക്കുക. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് സമയം എന്ത് പരിമിതിയാണ് ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയത്തില്ല. ആ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ സെഷനിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം. പ്രധാനപ്പെട്ട കാര്യം, താമര ചിഹ്നത്തിൽ എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന്. അടുത്തതായിട്ട് ഈ സദസ്സ് ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത് സുരേഷ് ഗോപി ചേട്ടൻ പറയുന്നത് കേൾക്കുന്നതിനും അദ്ദേഹത്തിനോട് പറയാനുള്ള സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. കേൾവിക്കാർ ഒരേ സമയം കേൾക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു സദസ്സാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്തത് നിങ്ങൾക്ക് സംവദിക്കാനുള്ള അവസരമാണ്. ആരും എഴുന്നേറ്റ് വരേണ്ടതില്ല. മൈക്ക് നിങ്ങളുടെ അടുത്തെത്തും. 3-4 സ്ഥലങ്ങളിലും മൈക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിലെത്തും. അത് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ചടങ്ങുണ്ട് ഇവിടെ. വ്യാപാരി വ്യവസായി ദേശീയ സെക്രട്ടറിയും തൃശ്ശൂർ ജില്ലാ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റുമായ ഡോക്ടർ M ജയപ്രകാശ് രചിച്ച വർഷബിന്ദുക്കൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. പ്രകാശനം നമ്മുടെ പ്രിയപ്പെട്ട നായകൻ സുരേഷ് ഗോപി ചേട്ടൻ ഭാരത വാണിജ്യ വ്യവസായ ജനറൽ സെക്രട്ടറി TV സുബ്രഹ്മണ്യന് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു. ആ ചടങ്ങിന് ശേഷം സംവാദം ആരംഭിക്കാം. മൈക്ക് കയ്യിലുള്ളവർ ആരെങ്കിലും കൈപോക്കുകയാണെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് മൈക്ക് കൈമാറേണ്ടതാണ്. ഹലോ സാർ, എൻ്റെ പേര് ചിദംബരേശ്വരൻ എന്നാണ്. ഞാനൊരു പ്രൊഫഷണൽ അല്ല, ഞാൻ വെറും ഒരു സാധാരണ പൗരനാണ്. പക്ഷേ രാജ്യത്തിൻ്റെ ഗതി അല്പം ശ്രദ്ധിക്കുന്ന ഒരു പൗരനായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 2009 അതായത് 2009-10 മൻമോഹൻ സിംഗിൻ്റെ രണ്ടാമത്തെ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് അന്നത്തെ പെട്രോളിയം മിനിസ്ട്രി ഹാൻഡിൽ ചെയ്തിരുന്ന അദ്ദേഹം ഒരു അറിയിപ്പിറക്കി. അതായത് ഇനി ഒരു 5 വർഷത്തിനുള്ളിൽ 200 സിറ്റികളിൽ പൈപ്പ്ഡ് ഗ്യാസ് കൊടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞൊരു സന്ദേശമാണ് അവിടെ ഇതായത്. പക്ഷേ
ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ന് ഏറ്റവും അധികം പൈപ്പ്ഡ് ഗ്യാസ് കിട്ടുന്ന സ്റ്റേറ്റ് ഗുജറാത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല. 2018 കണക്കനുസരിച്ച് ഏകദേശം 85% ഗുജറാത്തിലുള്ള എല്ലാ ടൗണുകളിലും സിറ്റികളിലും ഈ പൈപ്പ്ഡ് ഗ്യാസ് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ ഗെയിലിൻ്റെ ഈ പൈപ്പ് ലൈൻ കൊച്ചി മുതൽ മംഗലാപുരം വരെയുള്ളത് ഈ വർഷം ആദ്യം ജനുവരിയിലോ മറ്റോ ഇനാഗുറേറ്റ് ചെയ്തു എന്നുള്ളതല്ലാതെ വേറൊന്നും അറിയില്ല. അപ്പോൾ തൃശ്ശൂർക്കാർക്കും എല്ലാവർക്കും ചെയ്യുന്ന ഒരു വലിയൊരു അനുഗ്രഹമായിരിക്കും ഈ ഹൗസ് ഹോൾഡ്. അപ്പോൾ തന്നെ ഇത് വടക്കൻ കേരളത്തിൽ മാത്രമേ ഇപ്പോൾ നടക്കുള്ളൂ. തെക്കൻ കേരളം ഇതിൽ നിന്ന് ഇപ്പോഴും അതിന് അടുത്തെങ്ങും വരാൻ പോകുന്നില്ല എന്നുള്ളതും ഒരു സത്യമാണ്. അപ്പോൾ ഇതിനെ ഒന്ന് ത്വരിതപ്പെടുത്താൻ അദ്ദേഹം നരേന്ദ്രമോദി ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അവിടെ ഗുജറാത്തിൽ ഇത്ര വേഗം ഈ കാര്യങ്ങൾ കൊണ്ട് വന്ന ഈ സാധനങ്ങളുടെ ഒരു ചെറിയ തുടക്കമെങ്കിലും നമ്മൾക്ക് ഇവിടെ കുറിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ മറുപടി പറഞ്ഞോട്ടെ. ഇത് നമുക്ക് എന്ത് പദ്ധതിയായാലും ഇതിന് വളരെ ദീർഘവീക്ഷണത്തോടെ ഒരു 50 വർഷത്തേക്കെങ്കിലും ഈ ഒരു പദ്ധതി തുടങ്ങിയത് അബദ്ധമായി പോയി എന്ന് ഭവിക്കാതെ വളരെ പ്ലാൻഡായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ശുദ്ധമായ ജനാധിപത്യത്തിന് ശക്തമായ ജനകീയ പിന്തുണ വളരെ അത്യാവശ്യമാണ്. ഗെയിൽ പൈപ്പ് ലൈൻ ഇട്ട് തുടങ്ങുമെന്ന് പറഞ്ഞാൽ ആരാണതിന് വിളംബം വരുത്തിയത്? ആ ചരിത്രം ഞാൻ പിന്നെ രാഷ്ട്രീയം പറഞ്ഞു പോകും, എനിക്ക് ഇഷ്ടവുമില്ല ആരെയും കുറ്റപ്പെടുത്താൻ. അവസാനം അവർ തന്നെ ഇതിന് സ്ഥലമെടുത്ത് അനുവാദമെടുത്ത് കുറച്ച് കാക്കി പ്രഷർ ഉപയോഗിച്ച് നമുക്ക് സാധ്യമാക്കി തരേണ്ടി വന്നു. ഞാൻ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പോകുന്നത് ഇലക്ട്രിസിറ്റി സപ്ലൈ സിസ്റ്റത്തിലേക്കാണ്. നരേന്ദ്രമോദി സർക്കാർ അവരുടെ ഇടക്കാല ഉദ്ദേശ വിളംബരങ്ങളിൽ പറഞ്ഞിരുന്നു, മാനിഫെസ്റ്റോ അല്ല, ഏതോ സംസ്ഥാനത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്ന കാര്യമാണ് കേരളത്തിലെയും മറ്റെല്ലാ അപര്യാപ്തതകളുള്ള സംസ്ഥാനങ്ങളടക്കം ഇന്ത്യയിലെ അവസാനത്തെ ഗ്രാമത്തിലും ഇലക്ട്രിസിറ്റി എത്തിക്കുമെന്ന്. അവസാനത്തെ ഗ്രാമത്തിലും എത്തിക്കും എന്നാണ് പറഞ്ഞത്, അവസാനത്തെ വീട്ടിൽ എത്തിക്കും എന്ന് പറഞ്ഞിട്ടില്ല. അവസാനത്തെ വീട്ടിലും എത്തിക്കേണ്ടത് നരേന്ദ്രമോദിയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. പക്ഷെ അതിൻ്റെ കാര്യപരിപാടികളെല്ലാം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഒരു നാഷണൽ ഗ്രിഡിൽ നിന്നുള്ള അതിനുള്ള എല്ലാ വ്യവസ്ഥകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പ്രോസസ്സും ഒരു 2-3 വർഷമെടുക്കും. അവസാനത്തെ വീട്ടിലും 2024 ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വീണ്ടും തുടർ ഭരണം എന്ന് ആവശ്യപ്പെട്ട് വരുമ്പോൾ ഞങ്ങളുടെ തിളക്കത്തിന് ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വെക്കുവാനുള്ള അഫിഡവിറ്റിൽ അതും പെടും. 13 കോടി അമ്മമാർ ചാരത്തിൽ നിന്നും പുകയിൽ നിന്നും മോചനം നൽകുന്ന ഉജ്ജ്വല യോജന, ആയുഷ്മാൻ ഭാരത്, ഇങ്ങനെയുള്ള പദ്ധതികളെല്ലാം ദീർഘവീക്ഷണത്തോടെ തന്നെ ചെയ്തിട്ടുള്ളതാണ് അല്ലേ? ഒരു അസുഖം വന്നു കഴിയുമ്പോൾ, ഒരു പനി വന്ന് അത് പിന്നെ ക്യാൻസർ ആണെന്ന് കണ്ടെത്തുകയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേജർ പൾമണറി അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡീറെയിൽമെന്റിന് കാരണമായി എന്ന് പറയുന്നിടത്ത് അപ്പം തന്നെ വിൽക്കാൻ പോകുന്നത് കിടപ്പാടമായിരിക്കും. താലി തുടങ്ങി കിടപ്പാടം വരെ വിൽക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ പിന്നെ മാനം വിൽക്കേണ്ടി വരുന്ന അവസ്ഥയും ഈ കൊച്ചു കേരളത്തിലുമുണ്ട് ധാരാളമായി. അതിനെതിരെ കുറെ നന്മമരങ്ങൾ വന്ന് അതിന്റെ തട്ടിപ്പും SBI ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുക, അവർ നിശ്ചയിക്കും ഏത് ബാങ്ക് ഇവിടെ വളരണമെന്ന്. ഇങ്ങനെയുള്ള കിരാതങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഗെയിലിനെ സംബന്ധിച്ച് അത് കൊച്ചി വരെ എത്തിയെങ്കിൽ ഉറപ്പായിട്ടും അത് കന്യാകുമാരി വരെ കൊണ്ടുചെന്ന് മുട്ടിച്ചു കൊടുക്കുന്നതിനുള്ള ഏർപ്പാട്, സംവിധാനം, അതിനുള്ള വ്യവസ്ഥ ഉടനെ തന്നെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ആ പൈപ്പ് ലൈനിൽ നിന്ന് ഗുജറാത്തിൽ ആദ്യത്തെ സ്വയം പര്യാപ്തത കൈവരിച്ച സംസ്ഥാനമാണ് ഇന്ത്യയിൽ. അതിന്റെ ഒരു പകുതിയിടത്തോളം ഇതുവരെയും മറ്റ് സംസ്ഥാനങ്ങൾക്ക് എത്താൻ സാധിച്ചിട്ടില്ല. കാരണം അവിടെ അന്ന് നല്ല കാര്യപ്രാപ്തിയും നല്ല ഊർജ്ജസ്വലതയും നല്ല മിടുക്കുമുള്ള ഒരു മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗുജറാത്തിന് അത് കൈവരിക്കുവാൻ സാധിച്ചത്. കേരളത്തിലും അങ്ങനെ ഉണ്ടാവട്ടെ. എല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ, പാർട്ടിക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ വീട്ടുകാർക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് കൊടുക്കാൻ
അല്ലെങ്കിൽ പാർട്ടി അണികൾക്ക് കൊടുക്കാം എന്നൊക്കെ വിചാരിക്കുന്ന വ്യവസ്ഥിതി ജനാധിപത്യത്തിൽ നിന്ന് കൊല ചെയ്യപ്പെട്ട് മറയട്ടെ, കല്ലറകളിലാവട്ടെ എന്നേ പറയാൻ സാധിക്കും. ഗെയിൽ എന്ന് പറയുന്നത് ഓരോ വീട്ടിലും എത്തും. അത് തന്നെയാണ് അതിന്റെ ഉദ്ദേശം. തീർക്കണമെന്ന് എൻ്റെ റിക്വസ്റ്റ് ഉള്ളൂ. അല്ല, സമയബന്ധിതം എന്ന് പറയുമ്പോൾ അത് ഭാവിയിൽ ഒരു കാലത്തും അബദ്ധം പിണഞ്ഞു, അബദ്ധമായി എന്ന് ഒരു അപഖ്യാതി കൂടി നേടുന്ന പദ്ധതി ആവരുത് എന്നുള്ള ഉറപ്പുവരുത്തലും അതിനകത്ത് ആവശ്യമാണ്. കൊങ്കൺ എത്ര കാലം കൊണ്ടാണ് ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ്. അത് അപകടരഹിതമായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാനായില്ല. 2 വർഷം മുമ്പ് മണ്ണിടിച്ചിലുകൾ മുഴുവൻ ഉണ്ടായത് ആ പ്രദേശത്താണ്. അപകടം അതുകൊണ്ടുണ്ടായില്ല, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ്. Good evening, sir. ഗുഡ് ഈവനിങ്.